Hi guys, welcome back to my channel. It's me H for Tech and Trolls. Guys, അപ്പോൾ ഇന്ന് ഒരു വെറൈറ്റി വീഡിയോ ആണ് നമ്മൾ ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഒരു പഴയ ടി വി യൂസ് ചെയ്തുകൊണ്ട് ഒരു കിഡിലൻ അക്വേറിയം എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ടി വി മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ കുറച്ചാൽ യൂസ് ചെയ്യാണ്ട് വെച്ച ടി വി ആണ്. പോലെ തന്നെ എൻ്റെ അത്ര പ്രായമുണ്ട്, പക്ഷേ ഇതിപ്പോഴും വർക്കിംഗ് ആണ്. ഇനി മൊത്തത്തിൽ പൊളിക്കുമ്പോൾ വീട്ടിൽ നിന്ന് ചവിട്ടിപ്പുറത്താക്കുമെന്ന് അറിയില്ല. മൊത്തത്തിൽ നമുക്ക് ആദ്യം ക്ലീൻ ചെയ്യാം. ഗൈസ്, അപ്പോൾ ഏകദേശം നമ്മുടെ ക്ലീനിങ് പ്രോസസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ബാക്കിലത്തെ ബോഡി നമുക്ക് അഴിച്ച് മാറ്റേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ടൊരു സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ ആവശ്യമുണ്ട്. ഏകദേശം 4 സ്ക്രൂ ഉണ്ട്. അപ്പോൾ നമുക്കത് അഴിച്ച് മാറ്റാം. അയച്ചു തന്നെ കുറേ വയർ കണക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇത് ഇനിയിപ്പോൾ എന്തായാലും യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് വയർ കണക്ഷൻ എല്ലാം ഈ ഒരു ബോഡി മാറ്റേണ്ടതാണ്. നിങ്ങൾ ആദ്യം തന്നെ ഈ ഒരു സാധനം ഒന്നും ഓപ്പൺ ചെയ്യാൻ പാടില്ല. കാരണം ഇതിലൊക്കെ ഗ്യാസ് ഉണ്ടാവും. അപ്പോൾ ആദ്യം നിങ്ങൾ ബോഡി കാര്യങ്ങളൊക്കെ മാറ്റി ഈ ഒരു സംഭവം പുറത്തെടുത്തതിന് ശേഷം മാത്രമേ ഇതിൻ്റെ അകത്തുള്ള സാധനം ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ. ഇതിൻ്റെ അകത്ത് ഗ്യാസ് ഉണ്ടാവും, കുറച്ച് ഹാംഫുള്ളാണ്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ആദ്യം നമുക്ക് ഈ ബോഡിയൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് ഓപ്പൺ ചെയ്യാം. കഴിച്ച് അപ്പോൾ നമ്മൾ മൊത്തത്തിൽ വയേഴ്സ് കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇത് ബോഡി മാറ്റി വെക്കാം. ഏകദേശം നമ്മൾ ഇതിൻ്റെ പാർട്സൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കാണുന്ന പാർട്സ് എല്ലാം റിമൂവ് ചെയ്യാനുണ്ട്. അതിനായിട്ട് ഇവിടെ ഓരോ സ്ക്രൂ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് റിമൂവ് ചെയ്യണം. ഇത് റിമൂവ് ചെയ്ത ശേഷം നമുക്ക് ഇവിടെ 4 സ്ക്രൂ കൊടുത്തിട്ടുണ്ട്. അതായത് എൻ്റെയർ ആയിട്ട് നമുക്ക് ഇത് മൊത്തത്തിൽ പുറത്തെടുക്കാനുണ്ട്. എന്നിട്ടാണ് അടുത്ത പ്രോസസ്സ് ചെയ്യേണ്ടത്. അതുകൊണ്ട് നമുക്ക് ആദ്യം ഇവിടെ കാണുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം. പിന്നെ 4 സ്ക്രൂ അയച്ചിട്ട് ഈ ഒരു ബോഡി മൊത്തത്തിൽ പുറത്തെടുക്കാം. ഇപ്പോൾ നമ്മൾ മൊത്തത്തിൽ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് കട്ട് ചെയ്യേണ്ട. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതിനകത്ത് ഗ്യാസ് ഉണ്ടാവും. അപ്പോൾ ഈ ഗ്യാസ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഗ്യാസ് നമുക്ക് പുറത്തേക്ക് എടുക്കണം. അല്ലെങ്കിൽ കട്ട് ചെയ്യുന്ന സമയത്ത് ഇത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഗ്യാസ് ഇവിടുന്ന് നമുക്ക് ഈ ട്യൂബ് ജസ്റ്റ് ഒന്ന് ക്രാക്ക് ചെയ്തിട്ട് ഗ്യാസ് പുറത്തേക്ക് കൊണ്ടുവരണം.
ഗ്യാസിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റുമല്ലേ? പിന്നെ അത് ഗ്യാസ് മൊത്തത്തിൽ പോകുന്നവരൊന്ന് വെയിറ്റ് ചെയ്യണം. ഗൈസ്, അപ്പോൾ ഗ്യാസ് പോകാനായിട്ട് നമ്മൾ 10 മിനിറ്റ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മുഴുവനായിട്ട് ഗ്യാസ് പോയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കിവിടെ കട്ട് ചെയ്യണം. അപ്പോൾ ഈ ഒരു ഭാഗത്ത്, അതായത് ഇവിടെ ഒരു ഗമ്മ് യൂസ് ചെയ്തുകൊണ്ട് ഒട്ടിച്ച പോലെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്ത് നമ്മൾ മുഴുവനായിട്ട് ഇത് കട്ട് ചെയ്യലാണ്. ഇത് ഫുള്ളായിട്ടും കട്ട് ചെയ്യണം. കട്ട് ചെയ്ത് നമുക്കിത് പുറത്തെടുക്കണം. പോരാത്തതിന് നമുക്ക് ഫിഷിന് ഇടാനും പിന്നെ ഫുഡ് കൊടുക്കാനൊക്കെ ആയിട്ട് ഇവിടെ ഒരു സ്ക്വയറിൽ ഒരു കട്ടും കൂടി കൊടുക്കാനുണ്ട്. പിന്നെ മുകളിലായിട്ട് ഇവിടെ റൗണ്ടിൽ നമുക്കൊരു കട്ടും കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ഒരു 3 കട്ടാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് കട്ട് ചെയ്യാനായിട്ട് സാധാരണ ബ്ലേഡ് കൊണ്ടൊന്നും കട്ട് ചെയ്യാൻ പറ്റില്ല, കട്ടർ തന്നെ വേണം. അപ്പോൾ ഇവിടെ കട്ടർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പുറത്തൊരു ഷോപ്പിൽ പോയിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഗൈസ്, അപ്പോൾ ചെറുതായിട്ട് പണിപാളിന്നാണ് തോന്നുന്നത്, വേറെ ഒന്നുമല്ല, അക്വേറിയം പൊട്ടിപ്പോയി. ഗൈസ്, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ കട്ടർ ഇല്ലായിരുന്നു, അതുകൊണ്ട് നമ്മൾ ഗ്ലാസിൻ്റെ ഷോപ്പിൽ പോയിട്ടാണ് കട്ട് ചെയ്തത്. അപ്പോൾ അവർ പറഞ്ഞു ഇത് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്, ക്രാക്ക് വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ടൈൽസിൻ്റെ കട്ടറായിരുന്നു വേണ്ടത്, അത് അവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ റിസ്ക് എടുത്തിട്ട് കട്ട് ചെയ്ത് നോക്കുമ്പോൾ പൊട്ടിപ്പോയി. നമ്മളുടെ അക്വേറിയമാണ് പൊട്ടിപ്പോയി, നമുക്ക് വേണ്ട ആ പോർഷൻ പൊട്ടിപ്പോയി. എന്തായാലും വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല, നമ്മൾ അക്വേറിയം ആക്കിയിട്ട് അടങ്ങുന്നുള്ളൂ. അപ്പോൾ അടുത്ത് നമ്മൾ കട്ട് ചെയ്ത സ്ക്രീനിൻ്റെ പോർഷൻ ഉണ്ടാവും, അതിലൊരു സിൽവർ കോട്ടിങ് പോലെ ഒരു പൊടി ഉണ്ടാവും, അത് ഫുള്ളായിട്ട് തുടച്ച് ക്ലീൻ ചെയ്യണം ഗ്ലാസ്. ഗൈസ്, അപ്പോൾ നമ്മൾ അടുത്ത പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഇത് പ്ലെയിൻ ഗ്ലാസ് വാങ്ങിയിട്ട് ഇവിടെ ഒട്ടിച്ചിട്ട് അക്വേറിയം ആക്കാനാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് തെർമോക്കോൾ വേണം. ഇത് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സിലിക്കൻ്റെ ഗം എന്തായാലും നമുക്ക് ആവശ്യമുണ്ട് ഗ്ലാസ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ഗം യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഇവിടെ തെർമോക്കോൾ നമ്മൾ സ്റ്റിക്ക് ചെയ്യുന്നത്. 4 പ്ലെയിൻ ഗ്ലാസ് വാങ്ങിയിട്ടുണ്ട്. ഏകദേശം 170 രൂപ വന്നു. 5 mm തിക്നെസ് ആണ്. സൈസ് പറയുവാണെങ്കിൽ ഇത് ചെറിയൊരു ടി വി ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ടി വി അനുസരിച്ച് സൈസ് നോക്കിയെടുക്കുക. ഗൈസ്, ഇപ്പം നമ്മൾ 4 ഗ്ലാസ് ഒട്ടിച്ചിട്ടുണ്ട്. ഏകദേശം 5-6 മണിക്കൂർ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് സ്ക്രീനിലേക്ക് ഒട്ടിക്കണം. ഇവിടെ ഇപ്പോൾ 4 സൈഡ് ക്ലോസ് ആണ്, അതായത് ബോട്ടം സൈഡും പിന്നെ ബാക്ക് 2 സൈഡ്. പിന്നെ ഒരു സൈഡ് ഇപ്പോൾ ഓപ്പൺ ആണ്, അതാണ് നമ്മൾ ടി വിൻ്റെ സ്ക്രീനിലേക്ക് ഒട്ടിക്കാൻ പോകുന്നത്. എന്നാലും നമുക്ക് പുറത്തുനിന്ന് ടി വിയിൽ ഫിഷ് ഉള്ള പോലെ ഫീൽ ചെയ്യും. ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി പുറത്തും അകത്തായിട്ട് നല്ലോണം സിലിക്കൺ ടിങ് അടിച്ചു കൊടുക്കണം, എന്നാലേ അത് കറക്റ്റായിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ അടുത്ത ചെറുതായിട്ട് കൈ ഒന്ന് മുറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗ്ലാസ്സൊക്കെ ഒട്ടിക്കുന്ന സമയത്ത് ഗ്ലൗസ് ഇടുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് നിങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇത്തരം വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് തുടർന്ന് വീഡിയോസൊക്കെ ഇടാനുള്ള പ്രചോദനം ഉണ്ടാവും. ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നലെ ഇത് ഒട്ടിച്ചിട്ടുണ്ട്. ഏകദേശം 15 മണിക്കൂറോളം നമ്മൾ വെയിറ്റ് ചെയ്തു. അപ്പോൾ 2 പ്രാവശ്യം നമ്മൾ കോട്ടിങ് അടിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ സിലിക്കൺ അടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ലീക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് ടെസ്റ്റ് ചെയ്യണം. ഏകദേശം നമ്മൾ ഫുള്ളായിട്ട് വെള്ളം നിറച്ചിട്ട് ടെസ്റ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഏകദേശം നമ്മൾ അക്വേറിയം റെഡി ആയിട്ടുണ്ട്. നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് 2 മണിക്കൂറോളം വെയിറ്റ് ചെയ്തു. ഇപ്പോൾ ലീക്കോ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ അക്വേറിയം കുറച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യുന്ന വർക്കിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ആദ്യം ഒരു ബാക്ക്ഗ്രൗണ്ട് ഷീറ്റ് ഉണ്ട്, ഇത് നമുക്ക് ബാക്കിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കണം ഇതുപോലെ. പിന്നെ കുറച്ച് സ്റ്റോൺസ് അതേപോലെ ചെടികൾ കാര്യങ്ങളൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിലേക്ക് പോവാം. ഗൈസ്, അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിലെ പിക്ചർ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് വൈറ്റ് സ്റ്റോൺ ഉണ്ട് നമ്മുടെ കയ്യിൽ. ഏകദേശം മാർക്കറ്റിൽ ഇത് 1 കിലോന് ഏകദേശം 20 രൂപയൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ ഇത് 2-3 കിലോ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഒന്ന് താഴിട്ട് കൊടുക്കാം.
അക്വേറിയത്തിൻ്റെ ഡെക്കറേറ്റിംഗ് വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഞാൻ കുറച്ച് സ്റ്റോൺസും പിന്നെ ചെടികളും ലൈറ്റും എയർ ബബിൾസും മാത്രമേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ മൈൻഡിലുള്ള പോലെ നിങ്ങളുടെ അക്വേറിയം നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാം. നമ്മുടെ ടി വിക്കുള്ളിൽ അക്വേറിയം റെഡി ആയിട്ടുണ്ട്. നൈറ്റ് കാണാൻ ഒരു രക്ഷയില്ല, കിട്ടില്ലായിട്ടുണ്ട് നമ്മുടെ അക്വേറിയം ഗൈസ്. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഫിഷിനൊക്കെ വളർത്തുന്നത്. എന്തായാലും അടിപൊളി ആയിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ നമ്മുടെ അക്വേറിയത്തിൻ്റെ ലാസ്റ്റ് വർക്കായിട്ട് നമ്മൾ ആദ്യം അയച്ച ബോഡി തിരിച്ച് നമുക്ക് സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. പിന്നെ പറയാൻ വിട്ടുപോയ കാര്യമുണ്ട്, മുകളിൽ നമ്മളൊരു കട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഡെയിലി ഫുഡൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു വീഡിയോ എടുക്കാനും വിട്ടുപോയി. പിന്നെ ഈ ഒരു വർക്ക് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ക്യാമറയ്ക്ക് പുറകെയായിട്ട് ഒരുപാട് കുട്ടിപ്പട്ടാളങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമൊന്നും മനസ്സിലായിട്ടില്ല. പിന്നെ അക്വേറിയത്തിൻ്റെ വർക്കാണെന്ന് മനസ്സിലായപ്പോൾ പിന്നെ എന്നെക്കാൾ ധൃതി ഇവർക്കായിരുന്നു ഈ ഒരു വർക്ക് പെട്ടെന്ന് ഫുള്ളാകാൻ വേണ്ടിയിട്ട്. ഇപ്പം മൊത്തത്തിൽ നമ്മൾ എന്താ റിമൂവ് ചെയ്തിട്ടുണ്ട്. വയർ ഫുള്ളായിട്ട് റിമൂവ് ചെയ്തിട്ട് ഒന്നും കൂടി ഉണ്ട്. അപ്പം നമ്മൾ ബാക്ക്ഗ്രൗണ്ടിലെ പിക്ചർ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്.